ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എന്താണ് ബന്ധം? ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ട്രംപിന് താൽപ്പര്യം ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ്? കേവല യുക്തിയിൽ ഈ രണ്ട് ഘടകങ്ങളും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല എങ്കിലും എന്തിനാണ് ബംഗാളിൽ BJP ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ ട്രംപ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്? ബംഗാളിൽ ആദ്യമായി ഒരു BJP സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ലോക പോലീസ് എന്ന് സ്വയം കരുതുന്ന അമേരിക്കയ്ക്കുണ്ടാകുന്ന താൽപ്പര്യം എന്താണ്? അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ തന്നെ ബംഗാളിൽ BJP അനുകൂല രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിലും സ്വാതന്ത്ര്യസമര കാലം മുതൽ 1960കളുടെ അവസാനം വരെ കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണായിരുന്നു ബംഗാൾ. 1967 വരെ തുടർച്ചയായി കോൺഗ്രസ് മന്ത്രിസഭകൾ അധികാരം കൈയാളി. തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെയും സഖ്യ സർക്കാരുകളുടെയും നാളുകൾ. 1972 മുതൽ 77 വരെ വീണ്ടും കോൺഗ്രസ് ഭരണം. പിന്നീട് 2011 വരെ തുടർച്ചയായ 34 വർഷം CPM ഭരണം. പിന്നീട് 3 തവണയായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസും ഭരിച്ചു. ഇതിനിടെ CPMും കോൺഗ്രസും ബംഗാളിൽ അപ്രസക്തമാവുകയും 2021 77 സീറ്റുകൾ നേടി BJP മുഖ്യ പ്രതിപക്ഷമാവുകയും ചെയ്തു. ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ 80 സീറ്റുകളിലേക്ക് ഒതുക്കി 294 അംഗ സഭയിൽ 206 സീറ്റുകളുമായി BJP അധികാരത്തിലേറുകയും ചെയ്തു. ഇതാണ് ബംഗാളിൻ്റെ ലഘു രാഷ്ട്രീയ ചിത്രം. ബംഗാളിൽ BJP അധികാരത്തിലേറുന്നതിൽ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ജയം ചരിത്രപരവും നിർണായകവും എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. മോദിയെപ്പോലൊരു നേതാവിനെ കിട്ടിയതിൽ ഭാഗ്യം ചെയ്ത രാജ്യമാണ് നമ്മളുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം വൈറ്റ് ഹൗസ് വക്താവ് കുഷ് ദേശായിയാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടത്. പിന്നീട് ഇക്കാര്യം ഭാരതത്തിലെ US എംബസിയും സ്ഥിരീകരിച്ചു. ബംഗാളിലെ നിർണായക രാഷ്ട്രീയ മാറ്റത്തിൽ അമേരിക്കയ്ക്ക് ഇത്ര താൽപ്പര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? തീർച്ചയായും ഭൂപടത്തിൽ ആ പ്രദേശത്തിൻ്റെ സ്ഥാനം തന്നെയാണ് കാരണം. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏകദേശം 2217 കിലോമീറ്റർ പ്രദേശമാണ് ബംഗാളും ബംഗ്ലാദേശുമായുള്ള അതിർത്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കാൻ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിൻ്റെ പിന്തുണ ആവശ്യവുമാണ്. അവാമി ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെതിരെ കലാപം അഴിച്ചുവിട്ട് പകരം അവിടെ അമേരിക്കൻ അനുകൂല നിലപാടുള്ള മുഹമ്മദ് യൂനിസിനെ പ്രതിഷ്ഠിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ഡീപ് സ്റ്റേറ്റും നടത്തിയ രാപകൽ അധ്വാനം ചെറുതല്ല. ബംഗ്ലാദേശിൻ്റെ തെക്കേ അറ്റത്തുള്ള സെൻറ്റ് മാർട്ടിൻസ് ദ്വീപിൽ സൈനിക താവളം ആരംഭിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈനിക പിന്മാറ്റം നടത്തിയതിനാൽ ചൈനയ്ക്കെതിരെ മേഖലയിൽ ശക്തമായ സൈനിക താവളമെന്നത് അമേരിക്കയുടെ തന്ത്രപ്രധാന ആവശ്യമാണ്. ഷെയ്ഖ് ഹസീന ഭരണകൂടം അമേരിക്കൻ പദ്ധതിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താലാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി പകരം മുഹമ്മദ് യൂനിസിനെ അമേരിക്കയും ഡീപ് സ്റ്റേറ്റും ചേർന്ന് പ്രതിഷ്ഠിച്ചത്. അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസ് അമേരിക്കയ്ക്ക് അനുകൂലമായ പ്രത്യക്ഷ നിലപാട് എടുക്കുകയും ടൈഗർ ലൈറ്റ്നിംഗ് എന്ന പേരിൽ അമേരിക്കയുമായി സംയുക്ത സൈനിക അഭ്യാസം സംഘടിപ്പിച്ച് ബന്ധം സുദൃഢമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സൈനിക മേധാവി വാക്കറുസ്സമാൻ ഈ നീക്കങ്ങളെ പരസ്യമായി എതിർക്കുകയും ചെയ്തിരുന്നു. മ്യാൻമറിലെ റാഖൈനിലെ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ റാഖൈൻ ഇടനാഴി പദ്ധതിയോട് അദ്ദേഹം പരസ്യ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ചൈനീസ് ആധിപത്യം ചെറുക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഈ ഇടനാഴി വഴി സായുധ സംഘങ്ങൾക്ക് ആയുധങ്ങൾ എത്തുമെന്നും അത് ബംഗ്ലാദേശിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വാക്കറുസ്സമാൻ ആ നീക്കത്തെ തള്ളിയത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരെ നിലപാടെടുത്തതിനാലാണ് താൻ പുറത്താക്കപ്പെട്ടതെന്ന് ഷെയ്ഖ് ഹസീന പിന്നീട് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ബംഗ്ലാദേശിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തും ഭരണ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപം ശക്തമാണ്. രാജ്യത്ത് നടന്ന കർഷക പ്രക്ഷോഭം, പൗരത്വ ബില്ലിനെതിരായ പ്രക്ഷോഭം മുതലായവയും മണിപ്പൂർ കലാപത്തിനും പിന്നിൽ
വിദേശ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ശക്തമാണ്. അമേരിക്കൻ നിലപാടുകൾക്കെതിരെ ഭാരതം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അമേരിക്കൻ വിരുദ്ധ സഖ്യങ്ങളായ ബ്രിക്സിലും RICയിലും നമ്മുടെ രാജ്യം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത സമയമായിരുന്നു അത്. അമേരിക്ക നമുക്കെതിരെ ഏകപക്ഷീയ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴും അതിൽ പതറാതെ രാജ്യം നിലപാടുകളിൽ ഉറച്ചുനിന്നതും ചരിത്രം. അമേരിക്കൻ ചാരസംഘടനയായ CIA എന്നത് ഒരു സ്ഥാപിത രൂപമുള്ള ഒരു സംഗതിയാണെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്നത് ഒരു അദൃശ്യ സാന്നിധ്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ മാറിയാലും അധികാരത്തിൽ തുടരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ ഏജൻസികൾ, സൈനിക തലപ്പത്തുള്ളവർ എന്നിവരടങ്ങുന്ന ഒരു അദൃശ്യ ഭരണകൂടം എന്നതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡീപ് സ്റ്റേറ്റും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ വലിയ രീതിയിലുള്ള ആശയ സംഘർഷം നടക്കുന്ന സമയവുമാണ് ഇത്. തൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളിലെയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെയും ഒരു കൂട്ടർ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ട്രംപ് പരസ്യമായി ആരോപണം ഉന്നയിച്ചത്. തനിക്കെതിരെയുള്ള കേസുകളും അന്വേഷണങ്ങളും ഡീപ് സ്റ്റേറ്റിൻ്റെ ഗൂഢാലോചനയാണെന്ന് ട്രംപ് പറയുന്നു. ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കും എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുമുണ്ട്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ഡീപ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുമെന്നും ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ അധികാരം നൽകുന്ന ഷെഡ്യൂൾ F പോലെയുള്ള ഉത്തരവുകൾ നടപ്പിലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഭരണവീഴ്ചകൾ മറച്ചുവെക്കാൻ ട്രംപ് സൃഷ്ടിക്കുന്ന പുകമറ മാത്രമാണ് ഡീപ് സ്റ്റേറ്റിനെതിരായ ആരോപണമെന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസും നേരിട്ട പ്രധാന രാഷ്ട്രീയ വിമർശനം. ഇത്തരത്തിൽ കുടിയേറുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നുവെന്നാണ് ആരോപണം. SIR നടപ്പിലാക്കിയപ്പോൾ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 91 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടു എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറുന്നവരെ ഇന്ത്യ-ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ തമ്പടിപ്പിക്കുകയും ഈ പ്രദേശം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വരുതിയിൽ നിർത്തുകയുമായിരുന്നു അജണ്ടയെന്നാണ് ആരോപണം. ബംഗ്ലാദേശിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയോ അത്തരത്തിലുള്ള നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയോ വഴി നമ്മുടെ സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും നിതാന്ത ജാഗ്രത ഈ മേഖലയിൽ തളച്ചിടുകയായിരുന്നു ലക്ഷ്യം. പസഫിക് സമുദ്രത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതും ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ഗതാഗത മേഖലയിൽ ഒന്നുമായ മലാക്ക കടലിടുക്കിൽ ഭാരതത്തിൻ്റെ സൈനിക സാന്നിധ്യം അമേരിക്കൻ താൽപ്പര്യങ്ങളെ തുരങ്കം വയ്ക്കുന്നതാണ്.